ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണീച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എണീച്ച് സാധാരണ ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ ചിക്കു നേരത്തെ എണീച്ചിട്ട് നേരത്തെ അവൻ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തോട്ട് വരും. പിന്നെ നമ്മുടെ ഉറക്കമൊക്കെ കണക്കിരിക്കും. അപ്പോൾ ഇന്ന് എന്തോ പതിവിൽ വ്യത്യാസമായിട്ട് ഞാൻ ഉറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ അവനും ഉറങ്ങി. ഈ ഒരു സമയത്ത് അവൻ എണീച്ചത് കേട്ടോ. ഇപ്പോൾ എണീച്ചിട്ട് ആൾ കണ്ണൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് പനിയായിരുന്നു. പനിക്ക് പിന്നെ എന്താ പറയുക, മാസം മാസം നമ്മളെ കണ്ടിട്ട് പോകണം. ഇനി ചിക്കുനെ കാണാതെ പോകാൻ പനിക്ക് ആവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പനിയൊക്കെ കഴിഞ്ഞ് മാറി എന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. കഫം ഇങ്ങനെ കുറുകലുണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. അപ്പം അങ്ങനെ പനിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇനി ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് ഒന്ന് ചിക്കുവിനെയും ഒന്ന് ചായയൊക്കെ കുടിപ്പിച്ച് ചെറുതായി ഒരു ചായയും കടിയും കൊടുത്ത് അവനൊന്ന് മാറ്റി നിർത്തണം. പിന്നെ നമുക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛന് ചെറിയതായിട്ടൊരു പണിയുണ്ട്. അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, രാവിലെ എണീച്ച് പോയി. ഇപ്പം നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. 3 അല്ല 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലെ പണികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കുന്നില്ല, കാരണം ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും എടുക്കണമെന്നില്ല. ഒന്നാമത് ഫോണിൽ ചാർജ് ഇല്ല, അപ്പോൾ നമുക്കത് കുത്തിയിടണം. അപ്പോൾ നമുക്ക് നേരെ ഇനി പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കാണാം. നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ചുമയൊന്നും മാറിയിട്ടില്ല, എന്നാലും ഇന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മയും ഇത് ഞായറാഴ്ചയാണല്ലോ, അപ്പം അമ്മയ്ക്ക് ലീവാണ്, അമ്മയുണ്ട്. അപ്പം അമ്മ സാമ്പാർ വെക്കുന്ന പരിപാടി, അങ്ങനെയൊക്കെ ഓരോ പരിപാടി കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര വിശപ്പും കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് കപ്പ വറുത്തിട്ടായിരുന്നു, അതെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ചിക്കു അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു. ഇപ്പം എൻ്റെ തപ്പേ. അപ്പം അമ്മ ഫുൾ ഫോൺ വിളിയാണ്, കാരണം ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടിയതാണല്ലോ. അപ്പം ഞായറാഴ്ച എന്നല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് വിളിക്കുക. അപ്പോൾ സ്വന്തം ചേച്ചീനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തൊക്കെയോ കാര്യങ്ങൾ ജോറായി പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ആ പരിപാടിയാണ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീൽ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അഭിനയം തീരെ പോരാന്ന് എനിക്ക് തന്നെ തോന്നുക. അപ്പോൾ പിന്നെ ഞാനതവിടെ ഫ്ലോപ്പ് ആയതുകൊണ്ട് അതവിടെ നിർത്തി വെച്ചു. എന്നിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയാവാനായി, ഇനിയിപ്പോൾ അച്ഛൻ വരും, ഇരിക്കണം, ചോറുണ്ണാൻ വരണം. അമ്പലത്തിലാണ് പണി. അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ നോമ്പ് മുറിക്കാം ആ ഒരു സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കാന്നുള്ളതിൽ നമ്മളിപ്പോൾ ഒന്നും ഉച്ചത്തേക്കൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ വൈകുന്നേരത്തോട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ അച്ഛൻ വാങ്ങിക്കുക എന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് ചിക്കു വന്ന് വാതിൽ മുട്ടുന്നുണ്ടോ എന്ന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഉച്ചവരെ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക. ഇപ്പോൾ തന്നെ സമയം 12 മണിയായി. പിന്നെ നേരത്തെ എന്നത്തെ ഞായറാഴ്ചത്തേനെ അപേക്ഷിച്ച് ഇന്ന് ഇച്ചിരി നേരത്തെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റീലൊക്കെ എടുക്കാൻ നിന്നത്. പക്ഷേ എങ്കിലെന്താ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ പോട്ടെ. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ അമ്മേനെ കാണിച്ചു തരാം. സാമ്പാർ വെക്കുന്ന ഭയങ്കര ചോറായ പരിപാടികളിലാണ്. അപ്പോൾ നമുക്ക് സോറി ഗൈസ്, സാമ്പാർ അല്ലായിരുന്നു, അവിയലാണ് കേട്ടോ. ചിക്കു അകത്തിരുന്നിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാനൊന്ന് അവനെടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങുന്നത്. കാര്യം ഇത്രയും ദിവസം ഞങ്ങൾ അകത്ത് തന്നെയായിരുന്നല്ലോ. പനിയൊക്കെ ആയിട്ട് ഫുൾ കിടപ്പും കാര്യങ്ങളായതുകൊണ്ട് ഞാനും എടുക്കില്ല, അവനും പുറത്തോട്ട് വരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. പക്ഷെ നല്ല നട്ട് വെയിലാണ്, നട്ടുച്ചയാണ്. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സൂത്രം കാണിച്ചു തരാം. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾ കിടന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ ചെറിയൊരു പണി ഉണ്ടായിരുന്നു. കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ചെടിയിൽ വിത്തൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂച്ചെടിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചിപ്പോൾ വാടി കിടക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കണം വൈകുന്നേരം. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കൊക്കോ ചെടിയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ അമ്മ കൊക്കോ മുളയ്ക്കുമോ എന്നറിയില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് കൊക്കോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊക്കോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മായി കൊക്കോ കൊണ്ടു തന്നു. അപ്പോൾ അത് ഉണ്ടാവുക നമുക്കും വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് നട്ട് നോക്കി നോക്കാമെന്ന്. അപ്പം അമ്മ പറഞ്ഞു നട്ടാൽ അത് ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് നട്ടപ്പോൾ അതെല്ലാം മുളച്ചു. അപ്പം അങ്ങനെ മുളച്ചതാണ് ആ കൊക്കോ കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത് നമ്മൾ ഒരു നഴ്സറി പോയിരുന്നു. നമ്മളല്ല, അച്ഛനും കണ്ണനും കൂടെ പോയിട്ട് ഇവിടുന്ന് ഈ ഒരു ഇത്രയും ചെടികൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഗ്ലാസ്സിലുള്ളതൊക്കെയാണ് കുറച്ച് വിത്തായിട്ട് നട്ടതും, പിന്നെ ഈ ചാക്കിലുള്ളതും. ഇതൊക്കെയാണ് നമ്മളല്ല, അച്ഛൻ്റെ പണി.
നല്ല വെയിലാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ ധാരണയില്ല. പിന്നെ ഇപ്പുറ സൈഡും ഉണ്ട് കേട്ടോ, കുറച്ചെണ്ണം അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഇനി മാർക്കോ സിനിമ കണ്ണം കയറ്റി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ പോവുകയാണ്. ഞാനും ചിക്കുവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവനൊന്ന് അടക്കി ഇരുത്താമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവൻ അമ്മേൻ്റെ ഫോൺ കൊണ്ടാണ് അവൻ കളിക്കാറ്. അപ്പോൾ അമ്മേൻ്റെ ഫോണിലാണ് സിനിമ ഉള്ളത്. അപ്പോൾ എൻ്റെ ഫോൺ അവന് കൈ കൊടുത്തിട്ട് പോലും അവന് അത് വേണ്ട, അവന് അമ്മേൻ്റെ ഫോൺ മതി. അപ്പോൾ ഇനിയിപ്പോൾ അതെങ്ങനെയെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾ മാർക്കോ സിനിമ കാണട്ടെ. നമ്മളപ്പോൾ അങ്ങനെ മാർക്കോ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചിക്കു വാശി പിടിച്ചു കേട്ടോ. പിന്നെ അത് അവനെ ഉറക്കി കിടത്തിയിട്ട് നമ്മൾ ചോറ് തിന്നാനിരുന്നേ. പിന്നെ 2:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറ് തിന്നാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിക്കു എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ പിന്നെ ഇപ്പോൾ ഒരുമാതിരി സൈക്കോത്തരാണ് കേട്ടോ. അവന് എന്നെ വേദനിപ്പിക്കുക, എന്നിട്ട് വേദനിപ്പിച്ചിട്ട് ഞാൻ കരയുമ്പോൾ അവൻ അതിൽ ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ചെറുതായി കേൾക്കാമായിരിക്കും, അവൻ എന്നെ തല്ലിയിട്ടാണ് അവൻ ചിരിക്കുന്നത്. അങ്ങനത്തെ സൈക്കോത്തരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ സിനിമയൊക്കെ കണ്ട് തീർത്തുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ മാർക്കോ സിനിമ കണ്ടു കേട്ടോ. അപ്പോൾ സൂപ്പർ സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഭയങ്കര വയലൻസ് ആണ് സംഭവം. അവിടെ അത് പറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നമുക്ക് അത് ചിന്തിക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പോഴത്തേക്കും ഇവിടെ ഓരോന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ത്രില്ലടിച്ചിട്ട്, കാരണം കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമ എനിക്ക് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഒറ്റയടിക്കിരുന്ന് കാണും കേട്ടോ. കാരണം എനിക്ക് കൂടുതൽ നേരം അത് വെച്ചുകൊണ്ടിരിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. എനിക്ക് അപ്പോൾ സ്പോട്ടിലിരുന്ന് കാണണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന സമയം ഇച്ചിരി നേരം ചിക്കു ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ എണീച്ചു കേട്ടോ. പകുതിയില്ല കാൽഭാഗം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ വെച്ച് സമാധാനിപ്പിച്ചിട്ടൊക്കെ കളിപ്പിച്ച് എങ്ങനെയൊക്കെയോ ഇരുത്തിയിട്ട് മൊത്തമായിട്ട് ഞാൻ കണ്ടു കേട്ടോ. കണ്ടു തീർന്നപ്പോൾ കൊള്ളാം എന്ന് തോന്നി. കാരണം ഇപ്പോൾ ചിക്കുള്ളതുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല, ഇങ്ങനെ എന്താണെന്നും അറിയില്ല. പിന്നെ അപ്പം അച്ഛനാണെങ്കിൽ ഭയങ്കര പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കൊണ്ടുപോകാനും നിൽക്കില്ല, കാരണം സൗണ്ട് അടിച്ച് കരഞ്ഞാലോ വെറുതെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾക്ക് ഉപകാരപ്പെടാതെ പോലെ. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ, കുറച്ചുകൂടെ വളർന്നിട്ടൊക്കെ നമുക്ക് പോകാമല്ലോ. വലിയ തിരക്കൊന്നും ഇല്ലല്ലോ, സിനിമ വണ്ടിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒന്നും ആവില്ലല്ലോ. പിന്നെ അങ്ങനെ സിനിമ തിയേറ്ററിലൊന്നും പോക്കില്ല. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ കാണും കേട്ടോ. അപ്പം അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു. സമയം വൈകുന്നേരം 4:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 4:30 കഴിഞ്ഞു, എന്നാലും വെയിലൊന്നും പോയിട്ടില്ല. അപ്പം ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം. പിന്നെ അച്ഛൻ ഇതുവരെയും വന്നിട്ടില്ല. അപ്പം അച്ഛൻ വന്നിട്ട് ചായ വെക്കാമെന്നൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ അച്ഛനും കൂടെ വന്നിട്ട് ഞായറാഴ്ച അത് തോന്നുന്നില്ല, കാരണം അച്ഛനില്ലാത്തതുകൊണ്ട് എന്താ പറയുക, ഇല്ലെങ്കിൽ ഞായറാഴ്ച അങ്ങോട്ടേക്ക് പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച എന്നുള്ളൊരു തോന്നലില്ല. പിന്നെ വൈകുന്നേരം കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറേ ചിക്കുവിൻ്റെ പല്ലട ഇട്ടത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ പല്ലട വീഡിയോ ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് കുറേ കമൻറ്റ് വരുന്നുണ്ട്, എന്താ ഹോം ടൂറൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂറൊക്കെ ചെയ്യാമെന്നൊക്കെ. പക്ഷേ എങ്കിൽ എന്താ പറയുക, നമ്മൾ കുറച്ചൊരു കാണിക്കല്ലേ. അപ്പോൾ നമ്മളൊരു പബ്ലിക്കായിട്ട് ഇടുമ്പോൾ അത്യാവശ്യം ഒരു വൃത്തിയൊക്കെ വേണ്ടേ. അപ്പം എന്താ പറയുക, അതിനനുസരിച്ചൊന്ന് വൃത്തിയൊക്കെ ആക്കണ്ടേ. വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേണ്ടേ വീഡിയോ എടുക്കാൻ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ റൂം വൃത്തിയാക്കി, ഞാൻ ഒരു റൂം വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും എല്ലാം ചിക്കും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം ഒരുമിച്ച് വൃത്തിയാക്കി പെട്ടെന്ന് പണി തീർത്ത് വീഡിയോ എടുക്കൽ നടക്കില്ലല്ലോ. ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കി വന്ന് എല്ലാം ഫിനിഷ് ആകുമ്പോഴത്തേക്കും എന്താ പറയുക, കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഫസ്റ്റത്തത് പിന്നെയും ആദ്യത്തെ പോലെ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എടുക്കാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ കുറച്ച് റൂമിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഞാനൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ എടുക്കാമെന്നോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. എപ്പോൾ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറ്റണ പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ഇട്ടവരാരും ഒന്നും തോന്നരുത്, എന്തുകൊണ്ടാണ് ചേച്ചി എന്താ ചെയ്യാത്തത് അങ്ങനെ ഒരു തോന്നൽ വേണ്ട. ഞാൻ ചെയ്യും, ഒരു സമയം സിറ്റുവേഷൻ അതിനനുസരിച്ച് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ. പിന്നെ ബാക്കി ഇപ്പോൾ വൈകുന്നേരം കാണാം. അപ്പോൾ അച്ഛൻ വരലും പിന്നെ നമ്മൾ ചായ വെക്കലും ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ചായ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ കാഞ്ചന ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് പൂളവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉത്സവമായിരുന്നേ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉത്സവങ്ങളുടെ കാലമാണല്ലോ. അപ്പോൾ ഇത് ചെറിയൊരു ഉത്സവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം എന്ന് പറയുന്നത് കുപ്പാടി അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ദൂരെയാണ്. അപ്പോൾ നമ്മുടെ സപ്ത റിസോർട്ടിൻ്റെ അവിടെയാണ് കേട്ടോ അമ്പലം വരുന്നത്. അപ്പോൾ ചെറിയൊരു ഉത്സവമാണ് അവിടെ. പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ചെറിയ രീതിക്കൊരു ഉത്സവമാണ്. അപ്പം അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചു അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പം അങ്ങനെ പെട്ടെന്ന് പോയി. നമ്മൾ കുറച്ച് പേര് അറിയുന്നവർ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെറിയ രീതിക്കൊരു തായമ്പക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരിത് കുറച്ച് ചെണ്ടയും കൊട്ടി കുറച്ച് താലവുമായിട്ട് അവർ കയറിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാദേശിക കലാപരിപാടികൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് അത് കാണാനും കൂടെയാണ് കേട്ടോ പോയത്.
അപ്പോൾ കുറേ കുഞ്ഞു പിള്ളേരുടെയും കുറേ ചേച്ചിമാരുടെയും ഒക്കെ ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം മെയിനാണല്ലോ കൈകൊട്ടിക്കളി എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അതും പിന്നെ വിളക്കാട്ടം അങ്ങനെ കുറച്ച് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. സിനിമാറ്റിക് പാട്ടൊക്കെ വരുമ്പോൾ ചിക്കു ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. കാരണം അവനും ഭയങ്കര ആ പാട്ടുകളൊക്കെ ചിക്കുവിനും ഭയങ്കര ഫെമിലിയർ ആയതുകൊണ്ട് അവൻ ഭയങ്കര ഡാൻസ് ആയിരുന്നു. പക്ഷെ അല്ലാത്ത കുറേ ഭക്തി സോങ്സൊക്കെ വരുമ്പോൾ അവന് വലിയ മൈൻഡും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ വാശി പിടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ കാറിൽ പോയിട്ട് നമ്മൾ പാൽ കൊടുത്തു കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ പോയ സമയത്തായിരുന്നു കൈകൊട്ടിക്കളി തുടങ്ങിയത്. അപ്പോൾ അത്രയും നേരം കാണാമെന്ന് വിചാരിച്ചിരുന്നിട്ട് കറക്റ്റ് ആ സമയമായപ്പോൾ എനിക്കത് മിസ്സായിപ്പോയി കേട്ടോ. സ്റ്റാർട്ടിങ് ഒക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 2-3 മിനിറ്റ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ വീഡിയോ കണ്ടിട്ട് തൃപ്തിപ്പെട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചിക്കുവിന് വിമാനം മറ്റേ ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതുകൊണ്ടൊക്കെ കുറച്ച് നേരമൊക്കെ കളിച്ചു. അപ്പോൾ കുറച്ച് നേരം ഗ്യാപ്പ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിന് പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം മാറ്റി പെട്ടെന്ന് സെലിബ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് പോയ പോക്കാട്ടോ. കാരണം ഒട്ടും പ്ലാൻ ചെയ്തില്ല. പെട്ടെന്ന് അമ്മയൊക്കെ വന്നപ്പോൾ അച്ഛനൊക്കെ വന്നപ്പോൾ നമുക്ക് പോയാലോ തോന്നി. അങ്ങനെ നമ്മൾ പോയതായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങുന്ന സമയം ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി പിന്നെ ചിക്കുപ്പച്ചിരി കളിക്കുന്നുണ്ട്, അവനുറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.